എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 33 മുതൽ 42 വരെ. മത്തായി 21 33 മുതൽ 42 വരെ ആരംഭവാക്യങ്ങൾ മാത്രം വായിക്കട്ടെ. മറ്റൊരു ഉപമ കേൾപ്പീൻ. ഗ്രഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിന് വേലി കെട്ടി, അതിൽ ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയാന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയാന്മാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ചു, ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാണ് കർത്താവ് പങ്കുവയ്ക്കുന്നത്. ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോഴും മഹാപുരോഹിതന്മാരുടെയും ജനത്തിൻ്റെ മൂപ്പന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒക്കെ വിമർശനങ്ങളെ കർത്താവ് പലതരത്തിൽ അവരുമായി ഒരു സംവാദത്തിൽ ഏർപ്പെട്ട് അതിൻ്റെ അർത്ഥങ്ങളെയും ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെയും പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നു. ഈ അധ്യായത്തിൽ പലതവണ ഇങ്ങനെയുള്ള ഉപമകൾ കർത്താവ് സൂചിപ്പിക്കുന്നുണ്ട്. ദാസൻ, കുടിയാന്മാർ, യജമാനൻ, ഇതൊക്കെ പലസ്തീനിൽ ജീവിച്ച ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. അതുപോലെ കാർഷിക സമ്പ്രദായങ്ങളും. പരദേശത്തേക്ക് പോയ മനുഷ്യനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഇതിന് സമാനമായ പല ഉപമകളുണ്ട്. തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ ഏൽപ്പിക്കുന്ന ഒരു യജമാനൻ്റെ മനസ്സിനെ കർത്താവ് പങ്കുവയ്ക്കുന്നു. മുന്തിരിത്തോട്ടം വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ടുന്ന ഒരു കൃഷി സമ്പ്രദായമാണ്. അതിന് വേലി കെട്ടേണ്ടതുണ്ട്, അതിര് നിർണയിക്കണം, അതിന് കാവൽ വേണം. അതിൻ്റെ അകത്ത് ചക്ക് കുഴിച്ചിട്ട് ഗോപുരം പണിയുന്നു. മുന്തിരിങ്ങ ആട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ചക്ക് കുഴിച്ചിടുന്നത്. ഗോപുരം പണിയുന്നത് അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഇവിടെ പറയുന്നത് മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയ ശേഷം തദ്ദേശീയരായ കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ ഒരു പതിവിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ഈ പാട്ടക്കാർ കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ച വ്യക്തികളാണ്. 3 വിധത്തിൽ പാട്ടം കൊടുക്കുമായിരുന്നു. ഒന്ന് പണമായിട്ട് കൊടുക്കും, മറ്റൊന്ന് വിളവിൻ്റെ ആനുപാതികമായിട്ട് കൊടുക്കാറുണ്ട്. വിളവ് നന്നായാലും മോശമായാലും ഒരു കൃത്യ തുക യജമാനന് നൽകേണ്ടതുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്ന മുന്തിരിത്തോട്ടത്തിൻ്റെ കാര്യം അറിയാവുന്നവരോടാണ് കർത്താവ് ഇത് പറയുന്നത്. ഇവിടുത്തെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗ്രഹം തന്നെയാണ്. ഗ്രഹസ്ഥനായ മനുഷ്യൻ ദൈവമാണ്. കുടിയാന്മാർ എന്ന് പറയുമ്പോൾ ഇസ്രായേലിലെ പ്രമാണിമാർ, ദാസന്മാര് പ്രവാചകന്മാരാണ്. ഏകമകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവാണ്. ഒരുവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയക്കുന്നു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മളിത്, അതുപോലെ തന്നെ ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിലും തോട്ടത്തിൻ്റെ അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ വായിക്കുന്നു. അവർ അവനെ പിടിച്ച് കൊന്നുകളഞ്ഞു. വാക്യം 39. നമ്മുടെ കർത്താവിനെ മരണത്തിന് ഏൽപ്പിച്ച കുറ്റത്തിന് യഹൂദ മതനേതാക്കൾക്ക് മാപ്പ് കൊടുക്കുന്നത് നീതിരഹിതമാണ്.
ഇസ്രായേലിന് ഉണ്ടാകാനിരിക്കുന്ന നാശത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഇവിടെ നൽകിയിരിക്കുന്നു. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലിയർ ആ പ്രമാണത്തിലെത്തിയില്ല. നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. അത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. പൗലോസ് അപ്പോസ്തലൻ റോമാസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. മക്കൾ എന്ന് പറഞ്ഞവരും സ്വന്തം എന്ന് പറഞ്ഞവരുമൊക്കെ മാറി നിൽക്കുമ്പോൾ, അനീതിയിലേക്ക് വീണു പോകുമ്പോൾ, വിശ്വാസത്താൽ നീതി പ്രാപിച്ച അവരൊക്കെ തള്ളിക്കളഞ്ഞ ആളുകൾ അപ്പോൾ ദൈവരാജ്യത്തിന് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികൾ അങ്ങനെയുള്ളവരാകും. അതുകൊണ്ട് ജാതികളിൽ നിന്നും സഭയെ കർത്താവ് രൂപവൽക്കരിക്കും എന്ന സൂചന ഈ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ ദാസന്മാരായും കാവൽക്കാരായും ഒക്കെ നമ്മുടെ ആയുസ്സിൽ ദൈവം നൽകിയിരിക്കുന്ന നല്ല അവസരങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്താൻ, ഉത്തരവാദിത്വത്തോടെ നിർവഹിപ്പാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കും. മുമ്പന്മാരുമായി പോയ ആ ഒരു യാഥാർത്ഥ്യത്തെ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലൂടെ കർത്താവ് പറയുമ്പോൾ പിമ്പന്മാരായി പോകാൻ ഇടവരരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗപിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് രാത്രിയിൽ ലഭിച്ച ഉറക്കവും ഉണർവും ദൈവത്തിൻ്റെ ദാനമാണ്. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. പ്രഭാതം മുതൽ ഞങ്ങൾ ഏർപ്പെടുന്ന ജോലിവേലകളിലും ഞങ്ങളുടെ യാത്രാവേളകളിലും കണ്ടുമുട്ടലുകളിലുമെല്ലാം ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. ഉത്തരവാദിത്വമുള്ളവരായി ദൈവരാജ്യത്തിൻ്റെ സ്വഭാവമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതിനുവേണ്ടി ഞങ്ങളെ വിളിച്ചിരിക്കുന്നല്ലോ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.